السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. قال النبي صلى الله عليه وسلم: رجب شهر الله وشعبان شهري ورمضان شهر أمتي. صدق رسول الله صلى الله عليه وسلم. وقال صلى الله عليه وسلم: رجب شهر الاستغفار وشعبان شهر الصلاة على النبي صلى الله عليه وسلم ورمضان شهر القرآن. صدق رسول الله صلى الله عليه وسلم. يا عبد أقبل منيبا واغتنم رجبا فإن عفيا عمن تاب قد وجبا. ഏറ്റവും സ്നേഹബഹുമാനാദരവ് നിറഞ്ഞ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെയും ഇൽമിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തിന്മകളും അല്ലാഹു മായ്ച്ചു തരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മം നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, നമ്മുടെ എടക്കുളം മഹല്ല കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പല വിഷയങ്ങളുടെ വിജ്ഞാനം പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹല്ലാണ്. ഓരോ ദിവസവും വ്യത്യസ്ത വൈവിധ്യമാർന്ന വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം അൽഹംദുലില്ലാഹ് നമ്മളെ മഹല്ലത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചു എന്നത് വലിയ സൗഭാഗ്യമാണ്. കാരണം നമ്മുടെ ജീവിതം ധന്യമാക്കുവാനും കർമ്മങ്ങളിലായിക്കൊണ്ട് മുഴുകുവാനും നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന തിന്മകളൊക്കെ മാറ്റി നിർത്തപ്പെടാനൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമു കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായിക്കൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ പല മഹലുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം വളരെ അപൂർവമാണ്. ഓരോ ദിവസവും ആ മഹല്ലത്തിലുള്ള പണ്ഡിതന്മാർ പല വിഷയങ്ങളിലായിക്കൊണ്ട് ആ മഹല്ലത്തുകാരോട് സംസാരിക്കുമ്പോൾ അതൊക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനൊക്കെ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെ നമ്മുടെ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല എല്ലാ പണ്ഡിതന്മാർക്കും ആഫിയത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ കേട്ടതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അത് ഷഹറുള്ളയാണ്, അല്ലാഹുവിൻ്റെ മാസമാണ്. നമുക്കറിയാം, നാം ചെയ്യുന്ന തിന്മകൾക്കൊക്കെ ഏറെ അല്ലാഹു പൊറുക്കപ്പെടുന്നൊരു മാസം കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, റജബുൻ ഷഹറുൽ ഇസ്തിഗ്ഫാർ, അത് പാപമോചനത്തിൻ്റെ മാസമാണ്. ഒരുപാട് തിന്മകളൊക്കെ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പൊറുപ്പിക്കേണ്ടതായ ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസം എന്നുള്ളതാണ്. മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, യാ അബ്ദു അഖ്ബിൽ മുനീബൻ വഗ്തനിം റജബ. ഓ അടിമേ, നിങ്ങൾ വളരെയേറെ സങ്കടത്തോടുകൂടി നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ റജബ് മാസത്തിൽ നിങ്ങളെന്താവണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി കൊണ്ട് അത് അവതരിപ്പിക്കണം. ഫഇന്ന അഫിയ അമ്മൻ താബ ഖദ് വജബ. തീർച്ചയായിക്കൊണ്ടും അങ്ങനെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത് അവൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുക. അപ്പം നമ്മൾക്കൊക്കെ ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് അധികരിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസം. ഈ മാസം നമുക്കറിയാം പകുതിയോളം ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ശിഷ്ടകാല ദിവസം കൃത്യമായിക്കൊണ്ട് ഒരുപാട് ഇസ്തിഗ്ഫാറുകളൊക്കെ അധികരിപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ അബൂബക്കറുൽ വാരിഖ് റളിയല്ലാഹു അൻഹു പറയാണ്, റജബ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിയുടെ മാസമാണ്. കൃഷിയൊക്കെ നടത്തേണ്ട വേണ്ട നിലക്കുള്ള ഇബാദത്തുകളുമായി കൊണ്ട് സജ്ജമാവേണ്ട മാസമാണ്. പുണ്യമാക്കപ്പെട്ട ശഅബാൻ മാസം അതിനെ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട മാസമാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അതിനെ കൊഴിയേണ്ട, അത് വേണ്ടതുപോലെ കൃത്യമായി കൊണ്ട് ഉപയോഗിക്കേണ്ട
കൃഷി ചെയ്യേണ്ട മാസമാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തണം. അള്ളാഹു തആല വേണ്ടതുപോലെ ഈ റജബ് മാസത്തെ ഉപയോഗപ്പെടുത്താനും നമ്മളിൽ സംഭവിച്ചു പോയ തിന്മകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാത്രമല്ല മഹാന്മാർ പറയാണ്, നമുക്കറിയാം ഒരു മഴ വർഷിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടുള്ളതാണ് കാറ്റ്. അതുപോലെ തന്നെ ഷഅബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേഘമാണ്. എന്നാൽ മഴ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ് എന്ന് മഹത്വം നമ്മളെ പഠിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ഉപമ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്കുള്ള വലിയ ഒരു മുന്നോടിയായിക്കൊണ്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതൊക്കെ അതിലേക്ക് സൂചിപ്പിക്കുന്നത്. കൃത്യമായിക്കൊണ്ട് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തെ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മാസങ്ങളിൽ അള്ളാഹു ഒരടിമക്ക് നൽകുന്ന എന്തെല്ലാം ഗുണഫലങ്ങളുണ്ടോ അതൊക്കെ നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.